to build 100+ houses here. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റക്കെട്ടായി കേരളം രംഗത്തെത്തിയെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. രക്ഷാപ്രവർത്തനത്തിൽ സർക്കാർ ഫലപ്രദവും ഏകോപിതവുമായ ഇടപെടൽ നടത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനുള്ള ക്യാമ്പയിൻ ഓഗസ്റ്റ് 10-11 തീയതികളിൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അമിത്ഷായുടെ പ്രസ്താവന രാഷ്ട്രീയ പ്രേരിതമാണെന്നും MP ഗോവിന്ദൻ തുറന്നടിച്ചു. വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തത്തിൽപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിന് ഒറ്റക്കെട്ടായി കേരളം രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങളും ഫലപ്രദമായി അവിടെ ഏകോപിതമായി പ്രവർത്തിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിന് ജനങ്ങൾക്കിടയിൽ നല്ല ക്യാമ്പയിൻ നടത്തുന്നതിന് പാർട്ടി നിശ്ചയിച്ചു. വീടുകളിലും സ്ഥാപനങ്ങളിലും സന്ദർശിച്ച് ഫണ്ട് പിരിവ് എന്നുള്ളതല്ല, ഓരോരുത്തരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകണം എന്ന ക്യാമ്പയിൻ ആഗസ്റ്റ് 10-11 തീയതികളിൽ സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര മന്ത്രി അമിത്ഷായുടെ പ്രസ്താവന മാത്രമാണ് കേരളത്തിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായി പ്രകൃതി ദുരന്തത്തെ നേരിടുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രാഷ്ട്രീയ പ്രേരിതമായ പ്രസ്താവന അമിത്ഷായുടേത് മാത്രമായിരുന്നു. വയനാട് ഉരുൾപൊട്ടലുണ്ടായ മേഖലയുടെ ആഘാത ഭൂപടം പുറത്തുവിട്ട ISRO 2024 ജൂലൈ 31 എടുത്ത ഉയർന്ന റെസല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങളാണ് ISRO